ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൂരോരുട്ടാതി നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയും അർപ്പണ മനോഭാവവും സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ ഇഷ്ടമുള്ളവരാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ. നിത്യജീവിതത്തിലാണെങ്കിലോ എപ്പോഴും സമാധാനവും സന്തോഷവും വേണമെന്ന് ആഗ്രഹിക്കുകയും വരാൻ പോകുന്നതായിട്ടുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശുഭപ്രതീക്ഷ വെച്ച് പ്രവർത്തിക്കുന്നവരും ആയതുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതൊരു കാര്യമായാൽ പോലും അത് വളരെയധികം ആത്മാർത്ഥതയോടു കൂടിയിട്ട് ക്ഷീണം നോക്കാതെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നവരാണ്. എന്നാൽ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സ്ഥിരം പ്രവർത്തിക്കുന്നവരാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ വേണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ചില സമയങ്ങളിൽ നഷ്ടങ്ങൾക്കും സമാധാനക്കുറവിനും സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള വിഷമതകളെയെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായം ചെയ്യുവാനുള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമകളും കൂടിയാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ. അതുകൊണ്ട് വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പൊതുവേ ശാന്തശീലരാണ് ഈ നക്ഷത്രക്കാരെങ്കിലും തനിക്ക് ഉചിതമല്ലാത്തതായ പ്രവൃത്തികൾ കണ്ടാലോ പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും പ്രതികരിക്കുകയും ചെയ്യുന്നതിനാൽ പല സമയങ്ങളിലും വിഷമതകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ അന്ധവിശ്വാസങ്ങൾക്കൊട്ടും തന്നെ അടിമപ്പെടാതെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും ഈശ്വര വിശ്വാസത്തോടുകൂടിയും മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നതായിട്ടുള്ള ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരിലെ ഈ പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുംഭം രാശിയിലാണെങ്കിൽ 45 നാഴികയും മീനം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രം. അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ സമയമാണ് ഈ 2026 പുതുവർഷത്തിൽ. എന്നാൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ 5-ാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം 6-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു വർഷമാണ് ഈ 2026. വർഷത്തിൻ്റെ ആരംഭത്തിൽ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണാമെങ്കിലും ആരോഗ്യപരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും അഭിവൃദ്ധിയും കാണുമെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സംഘർഷം പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമ്മപരമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്.
എന്നാൽ സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ളതായ ചിലവുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു സമയങ്ങളിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ 2026 പുതുവർഷത്തിൽ. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. മീനം രാശിയിൽ ജനിച്ച ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പുതിയ വർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ അനാവശ്യമായിട്ടുള്ള യാത്രകളും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പൊതുവേ സന്തോഷങ്ങളും അഭിവൃദ്ധിയും എല്ലാം കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം. ദാമ്പത്യത്തിലാണെങ്കിൽ ഉയർച്ച താഴ്ച കാണുമെങ്കിലും തുറന്ന ആശയവിനിമയവും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള അഭിവൃദ്ധിയും നേട്ടങ്ങളും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൽ. അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാരെ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.